ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഒരു കലത്തപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങ് നിൽക്കുകയെന്ന്. അപ്പോൾ ഞാൻ രാവിലെ അരച്ച് ചുട്ട ദോശമാവിൻ്റെ ബാക്കിയാണിത്. അതിലേക്ക് ഞാനൊരു 2 കഷ്ണം വെല്ലം ഉരുക്കി പോർന്നു. ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ്, ഫ്ലോപ്പ് ആവുമോയെന്നൊന്നും അറിയില്ല. അപ്പോൾ ആ വെല്ലം ഉരുക്കി പോർന്ന് അതവിടെ മാറ്റി വെച്ചു. പിന്നെ ഉള്ളിയും തേങ്ങാക്കൊത്തും കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചു. പിന്നെ ഒരു കുക്കറിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഉള്ളി ആദ്യം ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. പിന്നെ തേങ്ങാക്കൊത്തും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച്. എല്ലാവരും ട്രൈ ചെയ്യലുണ്ടാവുമായിരിക്കും, ഈസിയാണ്. ദോശമാവൊക്കെ ബാക്കിയുണ്ടെങ്കിൽ നമുക്കിതുപോലെ വൈകുന്നേരം ചായക്കൊരു പലഹാരം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഉഴുന്നിട്ട മാവ് പാടില്ല കേട്ടോ, ഉഴുന്നിടാതെ അരച്ച മാവേ പറ്റുള്ളൂ. അപ്പോൾ തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുത്ത് അതിന് ശേഷം ഞാൻ ആ തേങ്ങാക്കൊത്തോട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. പിന്നെ നമ്മൾ ഈ മാവ് അതിലേക്ക് ഒഴിച്ചിട്ട് വിസിൽ എടുത്ത് കളഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് ചെറിയ സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കണം. ആദ്യം ഒന്ന് തീയൊന്ന് കുറച്ചധികം ആക്കിയിട്ട് പിന്നെ സിമ്മിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കുക. പിന്നെ ഞാൻ ചെറിയ ഓലയുടെ ഈർക്കിളില്ലേ, അത് കൊണ്ട് അതേ വിസിലിൻ്റെ ഇതിലേക്ക് കൂടി കുത്തി നോക്കും വെന്തിനോന്ന്. അങ്ങനെ ഏകദേശം നമ്മളെ കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. എങ്ങനെയാവുമെന്ന് നമുക്ക് നോക്കാമല്ലോ, തുറന്ന് നോക്കാം. ചെറുതായിട്ട് അടിയെല്ലാം കരിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കാണുമ്പോൾ, എന്നാലും നോക്കാം ഫ്ലോപ്പായിനോ വെന്തിട്ടില്ലേന്ന്. ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റി. നല്ല സ്പോഞ്ച് പോലെയുണ്ട്, ഉള്ളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. എന്തായാലും ഫ്ലോപ്പായിട്ടില്ല. അപ്പോൾ നല്ല സോഫ്റ്റ് കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല ചൂട് ചായേൻ്റെ ഒപ്പം ഓരോ പീസ് എടുത്ത് കഴിക്കും. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.